സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. പ്രവാചകരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുദിനത്തിൽ ലോകമെമ്പാടും നബിയുടെ കീർത്തനങ്ങൾ പാടിയും പറഞ്ഞും സന്തോഷിക്കുമ്പോൾ മുത്തുനബിയെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ ഞാനും പങ്കുവെക്കാം. ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരായ മുത്തുനബിയുടെ മരണസമയത്ത് നമ്മെക്കുറിച്ച് ഓർത്ത് കണ്ണു നിറച്ച് മുത്തുനബിയെ ഞാൻ ഏറെ കൂടുതൽ സ്നേഹിക്കേണ്ടത്. മുത്തുനബിയെ സ്നേഹിക്കുകയായി അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയവരാണ് യഥാർത്ഥ വിശ്വാസികൾ. സ്വന്തം മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും സ്വന്തം ശരീരത്തെക്കാളും നബിയെ സ്നേഹിക്കുന്നത് വരെ ഒരാളും യഥാർത്ഥ മുസ്ലിമുകളല്ല. അസ്സലാമു അലൈക്കും. ഇത്രയും പറഞ്ഞ് എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അലിവായ് നബിയേ, കനിവായ് നബിയേ, കൽബിനുള്ളിൽ കുളിരായ് നബിയേ, അലിവായ് നബിയേ, കനിവായ് നബിയേ, കൽബിനുള്ളിൽ കുളിരായ് നബിയേ, പണ്ട് തൊട്ട് കേൾക്കും നബിയേ, അങ്ങേ കാണാൻ ഉണ്ട് പൂതി, കണ്ടോരെല്ലാം വിജയം നേടി, കാണാനായി ഞാൻ എന്നും തേടി, ഇഷ്കിൻ പൂന്തോപ്പ് വീശും പൂങ്കാറ്റിൽ ഒഴുകും പൂഗന്ധം നബി, അങ്ങനെ ഉയരാണ്, അങ്ങനെ ഊഹാണ്, നാളെ തണുവേകും തണലാണ്. അലിവായ് നബിയേ, കനിവായ് നബിയേ, കൽബിനുള്ളിൽ കുളിരായ് നബിയേ, അലിവായ് നബിയേ, കനിവായ് നബിയേ, കൽബിനുള്ളിൽ കുളിരായ് നബിയേ. അസ്സലാമു അലൈക്കും. സ്നേഹമുള്ള നാട്ടുകാരെ, കൂട്ടുകാരെ, വീട്ടുകാരെ, ഉസ്താദുമാരെ, അസ്സലാമു അലൈക്കും. മുത്തുനബിയുടെ ജന്മദിനം വേദിയിൽ വന്ന് രണ്ട് വാക്ക് പറയാൻ എനിക്കും ഭാഗ്യം ലഭിച്ചു. അൽഹംദുലില്ലാ. പ്രിയരെ, ഞാൻ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തരട്ടെ. നമ്മൾ അറിയുന്നവർക്ക് ഓരോരുത്തർക്കും സലാം പറയണം. സലാം പറഞ്ഞാൽ പരസ്പര സ്നേഹം ഉണ്ടാകുമെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സലാം പറയാൻ സുന്നത്തും സലാം മടക്കൽ നിർബന്ധവും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൊച്ചു പ്രസംഗം നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ പ്രിയത്തിൽ സലാം. സലാമു അലൈക്കും. സുബഹി ബാങ്കിൻ നേരത്ത് പലരും മദീനത്ത് പച്ച കുബ്ബ ചോടനിന്ന് അസ്സലാമുയ്യേ, പാപി ഞാൻ വിദൂരയാണ്, മോഹമാത്തിൽ റൗളയാണ്, കരുണവന്തിരമാ മദീന കാണുവാൻ കൊതിയേ, കനവിലങ്ങ് വിരുന്നു വന്നാൽ കൽബ് ഞാൻ പകുത്തു നൽകാം, കാത്തിരുന്നു നിരാശയാൽ ഞാൻ പാടിയ നബിയേ. സുബഹി ബാങ്കിൻ നേരത്ത് പലരും മദീനത്ത് പച്ച കുബ്ബ ചോടനിന്ന് അസ്സലാമുയ്യേ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയ ഉസ്താദുമാർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികളെ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ സലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടിയാണല്ലോ. ഈ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പാടിയും സംസാരിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അറേബ്യയിലെ പ്രധാന പട്ടണമാണ് മക്കത്തുൽ മുക്കറമ. മക്കയിലെ പ്രമുഖ ഗോത്രമാണ് ഖുറൈശ്. വാശിം കുടുംബത്തിലെ നേതാവായ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ള എന്നവരുടെയും വഹബിന്റെ മകൻ ആമിന ബീവിയുടെയും മകനായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു. അതിക്രിസ്താപം 571 ഏപ്രിൽ 21 റബീഉൽ അവൽ 12 തിങ്കളാഴ്ച പുലർച്ചയിലായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
يا كتابي أنت عندي روضة في الثمار ഗ്രന്ഥമേ നീ എന്നരികിൽ കായ്കളുള്ളൊരു തോട്ടമാണ് അക്തിഫുൽ അസ്ഹാറ മിൻഹ ബിൽതിനായും വൽതിബാർ ശ്രദ്ധയും ക്ഷമയുമോടെ ഞാൻ അതിൽ പൂക്കൾ പറിക്കും അൻത ബില്ലൈലി സമീരി വാസദീകി ബിന്നഹാർ പകലിലെൻ്റെ കൂട്ടുകാരൻ കഥ പറയുന്നവൻ യാ കിതാബി അൻത ഇന്ദി റൗളതം ഫീ അസ്സിമാർ ഗ്രന്ഥമേ നീ എന്നരികിൽ കായ്കളുള്ളൊരു തോട്ടമാണ് യാ കിതാബി അൻത ബാബുൻ ലിൽ മആലിൽ വൽ ഫഹാർ സ്ഥാനമാനം നേടുവാനായി ഞാനതിൽ സമയം കഴിക്കും യാ കിതാബി അൻത ഇന്ദി റൗളതം ഫീ അസ്സിമാർ ഗ്രന്ഥമേ നീ എന്നരികിൽ കായ്കളുള്ളൊരു തോട്ടമാണ് അക്തിഫുൽ അസ്ഹാറ മിൻഹ ബിൽതിനായും വൽതിബാർ ശ്രദ്ധയും ക്ഷമയുമോടെ ഞാനതിൽ പൂക്കൾ പറിക്കും അൻത ബില്ലൈലി സമീരി വാസദീകി ബിന്നഹാർ. അസ്സലാമു അലൈക്കും. കഥകൾ കേട്ടിരിക്കുന്ന കൂട്ടുകാർക്ക് മുമ്പിൽ മുജിസത്ത് വിരിക്കുകയാണ് ഞാൻ. കേട്ടിട്ടില്ല നിങ്ങൾ അബുലബിനെ ഖുർആൻ ജപിച്ച മനുഷ്യൻ? അതിലെ അവൾക്കൊരു വൃത്തിയട്ടവൾ വിറക് ചുമക്കുന്നവൾ എന്നാണ് അവളെ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നത്. കേൾക്കണം അവളുടെ ക്രൂരത. മുത്തുനബി തങ്ങൾ പോകുന്ന വഴിയിലെല്ലാം ഇവൾ കൂർത്ത മുള്ളുകൾ വിതറും. എന്നിട്ടെന്താ കാര്യം? പൂക്കളിൽ ചവിട്ടി എന്ന പോലെ നബി അതിൽ ചവിട്ടി നടന്നു പോകും. അപ്പോഴുണ്ടല്ലോ ഈ ഭീകര പെണ്ണിന് ദേഷ്യം കളിക്കും. അവൾ തെറിവിളി തുടങ്ങും. എന്നിട്ടും നമ്മുടെ മുത്തുനബി തങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന പോലെ നടന്നു പോകുകയായിരുന്നു. നോക്കൂ കൂട്ടുകാരെ, അവിടുത്തെ സ്വഭാവം. ഇങ്ങനെ നല്ല സ്വഭാവമുള്ളവരായിരിക്കണം നമ്മൾ എല്ലാവരും. എങ്ങനെ പറഞ്ഞു ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നീലവാനിലയം വിളി പോലെ തിളങ്ങും യാ നബി. നീലവാനിലയം വിളി പോലെ തിളങ്ങും യാ നബി. യാ റഹ്മത്തൽ ആലമീൻ, യാ റഹ്മത്തൽ ആലമീൻ. പൂമതി നൂറേ നിത്യാഹബി. നീലവാനിലയം വിളി പോലെ തിളങ്ങും യാ നബി. നീലവാനിലയം വിളി പോലെ തിളങ്ങും യാ നബി. കതിരൊളി തൂകിയ പൂവദനം കനവിൽ കാണണം. കനകബേത്തി തിരുത്തൊയ്ബയിൽ ഒരു നാൾ വന്നിടണം. കതിരൊളി തൂകിയ പൂവദനം കനവിൽ കാണണം. കനികപതി തിരുത്തൊയ്ബയിൽ ഒരു നാൾ വന്നിടണം. റൗളയിൽ വന്നു സലാമോദാൻ എന്മനമോഹമകറ്റിടാൻ. റൗളയിൽ വന്നു സലാമോദാൻ എന്മനമോഹമകറ്റിടാൻ. ഒരു നാൾ ഇവനും ചേരണം. നീലവാനിലയം വിളി പോലെ തിളങ്ങും യാ നബി. നീലവാനിലയം വിളി പോലെ തിളങ്ങും യാ നബി. ആശുപ്രകാശമസവിധം ആശ്വാസം പകരും. ആദരവോടി വരോ നബിയെ പുണ്യ സലാമോദും. മുസ്തഫ യാസീൻ ത്വാഹാവേ മുത്തളി നിധിയെ റോജാവേ. മുസ്തഫ യാസീൻ ത്വാഹാവേ മുത്തളി നിധിയെ റോജാവേ. നീലവാനിലയം വിളി പോലെ തിളങ്ങും യാ നബി. നീലവാനിലയം വിളി പോലെ തിളങ്ങും യാ നബി. അസ്സലാമു അലൈക്കും. നേരം ബിസ്മില്ലാ, കുടിക്കും നേരം ബിസ്മില്ലാ.
പറയുന്നത്. എന്നാൽ ഇത് രണ്ടും കിട്ടാനുള്ള ഒരു എളുപ്പമായി ഞാൻ പറഞ്ഞു തരട്ടെ. എന്നാൽ ഞാൻ പറയുന്ന കഥ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ. ഒരാൾ ഒരു യാത്രയിലായിരുന്നു. അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്ത് വളരെ ക്ഷീണിച്ചു. ഭക്ഷണമോ വെള്ളമോ ഒന്നും തന്നെ കയ്യിലില്ല. നിരാശനും അവശനുമായ അയാൾ ഒരുപാട് പ്രയാസപ്പെട്ടു. കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി. അപ്പോഴത് ഒരു കിണർ. ഒട്ടും താമസിച്ചില്ല, വേഗം കിണറിന് സമീപമെത്തി. കിണറിൽ നിറയെ വെള്ളം. പക്ഷി എങ്ങനെ വെള്ളം കോരും? ബക്കറ്റോ കയറോ ഒന്നുമില്ല. അങ്ങനെ അദ്ദേഹം കുറേ സമയം ആലോചിച്ചു, ഇനി എന്തു ചെയ്യും? അവസാനം കിണറിലിറങ്ങാൻ തന്നെ തീരുമാനിച്ചു. വളരെ പ്രയാസപ്പെട്ട് കിണറിലിറങ്ങി. വെള്ളം കുടിച്ച് ആശ്വാസത്തോടെ കിണറിൽ നിന്ന് കയറി വരുമ്പോൾ അത് ഒരു നായ കിണറിന് ചുറ്റും ഓടി തികയുകയാണ്. നാവ് പുറത്തേക്ക് നീട്ടി നനഞ്ഞ മണ്ണിൽ ചവിട്ടുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അത് ദാഹിച്ചു വരഞ്ഞ നായയാണെന്ന് നേരത്തെ തനിക്ക് തന്നെ അനുഭവപ്പെട്ട ദാഹം അദ്ദേഹം ഓർത്തു. എങ്ങനെയെങ്കിലും ദാഹിച്ച നായയെ ആശ്വസിപ്പിക്കണം. അദ്ദേഹം കിണറ്റിലിറങ്ങി. തൻ്റെ ഷൂസ് നിറയെ വെള്ളമെടുത്ത് കടിച്ചു പിടിച്ചുകൊണ്ട് കിണറിൽ നിന്ന് കയറി. നായയ്ക്ക് വെള്ളം കൊടുത്തു. അങ്ങനെ നായ വാലാട്ടിക്കൊണ്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഇത് കാരണമായി അള്ളാഹു ഇദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. ഇതുപോലെ ഒരു പൂച്ചയുടെ കഥയുമുണ്ട്. ഒരു സ്ത്രീ ഒരു പൂച്ചയെ തിന്നാനും കുടിക്കാനും ഒന്നും കൊടുക്കാതെ കെട്ടിയിട്ടു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ആ പൂച്ച അവശനായി ചത്തു. അള്ളാഹുവിനെ ഏറെ കോപിപ്പിച്ച കാര്യമാണിത്. ഇത് കാരണമായി ആ സ്ത്രീ നരകത്തിൽ കടന്നു. കൂട്ടുകാരെ, നമ്മൾ സ്വർഗം ആഗ്രഹിക്കുന്നവരല്ലേ എങ്കിൽ മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കുകയോ പട്ടിണി കിടുകയോ ചെയ്യരുത്. അവരെ നമ്മെപ്പോലെ മനസ്സിലാക്കി അവരുടെ വിശപ്പും ദാഹവും അകറ്റി കൊടുക്കുക. അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ഒത്തുകൂട്ടട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. السلام عليكم. يا من جليت بكل الأنبياء، يا من في قلبك رحمة للناس، يا من ألفت قلوبا بالإسلام، يا حبيبي يا شفيعي يا رسول الله، بأمي وأبي وصيتك سيدي، صلاة الله سلام عليك يا نبي حبيبي يا محمد، وريت بالسلام والهدى محمد حبيبي يا محمد، يا رحمة للعالمين يا محمد، يا من جليت بكل الأنبياء، يا من في قلبك رحمة للناس، يا من ألفت قلوبا بالإسلام، يا حبيبي يا شفيعي يا رسول الله، بأمي وأبي وصيتك سيدي، صلاة الله سلام عليك يا نبي حبيبي يا محمد، وليت بالسلام والهدى محمد حبيبي يا محمد، يا رحمة للعالمين يا محمد. السلام عليكم. മുത്തിന്റെ ചാരത്ത് ഒന്നുടെ ചെല്ലണം, കരഞ്ഞ് കരഞ്ഞ് മനസ്സ് കൊതിച്ച് കഥകൾ പറയണം, കരൾ പറിച്ച് കൊടുത്ത് ഹബീബിന് ഇഷ്ക് വാങ്ങണം, അങ്ങനെ അഷിക്കായി തീരണം. കണ്ടോരൊക്കെ കണ്ടോരൊക്കെ പറഞ്ഞു മദീനത്ത് മുടത്താകണം, നടന്ന് നടന്ന് മുത്തിന്റെ ചാരത്ത് ഒന്നുടെ ചെല്ലണം, കരഞ്ഞ് കരഞ്ഞ് മനസ്സ് കൊതിച്ച് കഥകൾ പറയണം, കരൾ പറിച്ച് കൊടുത്ത് ഹബീബിന് ഇഷ്ക് വാങ്ങണം, അങ്ങനെ അഷിക്കായി തീരണം. സിദ്ദീഖരുടെ നന്മയും ഉബ്ബ് റസൂല്, അലിയാരുടെ നന്മയും ഉബ്ബ് റസൂല്, ഉമർ ഫാറൂഖിൻ നന്മയും ഉബ്ബ് റസൂല്. ഇസ്ലാം കാര്യം അഞ്ചാണ്, അബകൾ അറിയൽ ഫർളാണ്, ഈമാനിസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്, കരിമ ഷഹാദത്തൊന്നാണ്, നിസ്കാരം അതിരണ്ടാണ്, ഇസ്ലാം കാര്യമിൽ മൂന്നാമത്തെ മുതലിൻ്റെ അടുത്ത സക്കാത്താണ്,
കാണാനോ ചമ്പകമേ നീ തളുവിരിച്ചവൻ മുത്തിനെ മുത്തി മണക്കാനോ പൂമുത്തിനെ മുത്തി മണക്കാനോ അമ്പരമുറ്റത്തമ്പിളി വന്നവൻ നമ്പിയ രാജനെ കാണാനോ എന്നമ്പിയ രാജനെ കാണാനോ ചമ്പകമേ നീ തളുവിരിച്ചവൻ മുത്തിനെ മുത്തി മണക്കാനോ പൂമുത്തിനെ മുത്തി മണക്കാനോ പൂങ്കുയിലെ നീ പാട്ട് പാടിയതെൻ്റെ ഹബീബിനുറക്കാനോ നീ എൻ്റെ ഹബീബിനുറക്കാനോ പൂമയിലെ നീ പീലി വിടർത്തിയതാ പുഞ്ചിരി കാണാനോ ആ പാൽ പുഞ്ചിരി കാണാനോ പൂങ്കുയിലെ നീ പാട്ട് പാടിയതെൻ്റെ ഹബീബിനുറക്കാനോ നീ എൻ്റെ ഹബീബിനുറക്കാനോ പൂമയിലെ നീ പീലി വിടർത്തിയതാ പുഞ്ചിരി കാണാനോ ആ പാൽ പുഞ്ചിരി കാണാനോ അമ്പരമുറ്റത്തമ്പിളി വന്നവൻ നമ്പിയ രാജനെ കാണാനോ എന്നമ്പിയ രാജനെ കാണാനോ ചമ്പകമേ നീ തളുവിരിച്ചവൻ മുത്തിനെ മുത്തി മണക്കാനോ പൂമുത്തിനെ മുത്തി മണക്കാനോ താരകങ്ങൾ വന്നിട്ടൊന്നിച്ചുതിച്ചതിനെൻ്റെ ഹബീബിൽ ചാർത്താനോ ഒരു സ്വാഗതഹാരം ചാർത്താനോ സാഗരമിൽ തിരതുള്ളി കളിക്കണതാനന്ദം മറിയിക്കാനോ ആ ജന്മദിനം കൊണ്ടാടാനോ സാഗരമിൽ തിരതുള്ളി കളിക്കണതാനന്ദം അറിയിക്കാനോ ആ ജന്മദിനം കൊണ്ടാടാനോ അമ്പരമുറ്റത്തമ്പിളി വന്നവൻ നമ്പിയ രാജ കാണാനോ എന്നമ്പിയ രാജനെ കാണാനോ ചമ്പകമേ നീ തളുവിരിച്ചവൻ മുത്തിനെ മുത്തി മണക്കാനോ പൂമുത്തിനെ മുത്തി മണക്കാനോ പൂങ്കാറ്റെ നീ ചുറ്റിത്തിരിയണതൊന്നു വാരിപ്പുണരാനോ റൗളാ ശരീഫിലിറങ്ങാനോ പൂക്കാലം വന്നെത്തി നോക്കുമതാ കുളിരറിയിക്കാനോ ആ പൂവിൻ കുളിരറിയിക്കാനോ പൂങ്കാറ്റ് നീ ചുറ്റിത്തിരിയണതൊന്നു വാരിപ്പുണരാനോ റൗളാ ശരീഫിലിറങ്ങാനോ പൂക്കാലം വന്നെത്തി നോക്കുമതാ കുളിരറിയിക്കാനോ ആ പൂവിൻ കുളിരറിയിക്കാനോ അമ്പരമുറ്റത്തമ്പിളി വന്നവൻ നമ്പിയ രാജ കാണാനോ എന്നമ്പിയ രാജനെ കാണാനോ ചമ്പകമേ നീ തളുവിരിച്ചവൻ മുത്തിനെ മുത്തി മണക്കാനോ പൂമുത്തിനെ മുത്തി മണക്കാനോ. അസ്സലാമലൈക്കും. ഇസ്ലാം കാര്യം അഞ്ചാണ്, അവകൾ അറിയൽ ഫർളാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. കരിമ ഷഹാദത്തൊന്നാണ്, നിസ്കാരം അതിരണ്ടാണ്. ഇസ്ലാം കാരമി മൂന്നാമത്തത് മുതലിനണുത്ത സകാത്താണ്. റമളാൻ നോമ്പ് 14ആണ്. അഞ്ചാമത്തത് ഹജ്ജാണ്. മുതലും വയ്യും ബഅസുഹു ഹജ്ജുൽ ബൈത്തിന് ശർത്താണ്. ഇന്നൊരു ദേശത്ത് അജ്ഞത മുത്തിയ നേരത്ത് ഹാഷിം ഇന്നൊരു വംശത്ത് പിറവിയെടുത്തൊരു പൂമുത്ത്. അവരുടെ നാമം അറിയില്ലേ? അറിയും മുഹമ്മദ് എന്നല്ലേ. നാമം മാതാവാരെന്നറിയില്ലേ? നാമം ആമിന എന്നല്ലേ. ഉപ്പ അബ്ദുള്ളവരാണ്, ഉരയോ നേകിയ മലരാണ്. ആദരവേറിയ നബിയാണ്, ഹാദിയിൽ വന്നൊരു കനിയാണ്. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും.
കാവ്യമാണേ മുത്ത് ത്വാഹനൂറേ അന്നാ മരുഭൂമിയിൽ പിതാൽ മയായിടാം കണ്ണിൽ ഹിമപാളിയാൽ നെയ്യാം കുളിരോർമകൾ നെഞ്ചിനുള്ളിൽ കൊണ്ടേ ഇഷ്കിൽ കോർത്തൊരമ്പേ പ്രേമ കാവ്യമാണേ മുത്ത് ത്വാഹനൂറേ ആ മക്കത്തെ കുന്നിന്റെ ചോട്ടില് ഒറ്റയ്ക്ക് നിന്നില്ലേ ആറ്റില് അഹദിന്റെ വിളിയാരം കാറ്റില് തൈകുന്നു നബിയൊരു ചേലില് മക്കത്തെ കുന്നിന്റെ ചോട്ടില് ഒറ്റയ്ക്ക് നിന്നില്ലേ ആറ്റില് അഹദിന്റെ വിളിയാരം കാറ്റില് തൈകുന്നു നബിയൊരു ചേലില് വദനമിൽ തിരുനനവേ മുഹബത്തിൻ കനിമയേ അതരമിലൊഴുകി വരും ഹിരയുടെ മധുമയേ കിസ്സത്തിൻ കരയോളം കാരുണ്യത്തിരയായി നബി കടലോളം കൽബോളം കിസ്സത്തിനജബായി നബി നെഞ്ചിനുള്ളിൽ കൊണ്ടേ ഇഷ്കിൽ കോർത്തൊരമ്പേ പ്രേമ കാവ്യമാണേ മുത്ത് ത്വാഹനൂറേ ആ നാളെ കിതാബിൻ്റെ കയ്യില് നൽകുമ്പോൾ തേങ്ങുന്നു ഉള്ളില് ചിരിയോടെ എൻ ചാരെ ദൂതര് കരയുന്നു കഫ്രത്തിൻ കൂട്ടര് നാളെ കിതാബിൻ്റെ കയ്യില് നൽകുമ്പോൾ തേങ്ങുന്നു ഉള്ളില് ചിരിയോടെ എൻ ചാരെ ദൂതര് കരയുന്നു കഫ്രത്തിൻ കൂട്ടര് നെഞ്ചിനുള്ളിൽ കൊണ്ടേ ഇഷ്കിൽ കോർത്തൊരമ്പേ പ്രേമ കാവ്യമാണേ മുത്ത് ത്വാഹനൂറേ ആ പ്രവാചകൻ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്ന മാസമാണല്ലോ റബീഉൽ അവ്വൽ. ഈ പുണ്യമാസത്തിൽ നബിയുടെ കഥകൾ കേൾക്കാൻ കൂട്ടുകാർക്ക് ഇഷ്ടമല്ലേ? എന്നാൽ ഞാനൊരു കഥ പറയാം. ഒരിക്കൽ പ്രവാചകനും കുറച്ച് ശിഷ്യന്മാരും ഒരു സദസ്സിലിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു യാചകൻ കയറി വന്നു. നബിയോട് പറഞ്ഞു, എനിക്ക് വല്ലതും തരണേ. നബി പറഞ്ഞു, നീ എന്തിനായി യാചിക്കുന്നു? നിന്റെ കയ്യിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാകുമല്ലോ. യാചകൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു പുതിയ പുതപ്പും ഒരു വെള്ളിപ്പാത്രവും ഉണ്ട്, എന്നാൽ അത് കൊണ്ടുവരൂ. യാചകൻ സന്തോഷത്തോടെ വീട്ടിൽ പോയി ആ പാത്രവും ആ പുതപ്പും എടുത്തുകൊണ്ടുവന്നു നബിയുടെ കയ്യിൽ കൊടുത്തു. നബി ചോദിച്ചു, ഈ പാത്രവും വെള്ളിപ്പാത്രവും പുതപ്പും ആരാണ് വിലക്ക് വാങ്ങുക? അപ്പോൾ ഒരു സ്വഹാബി കൈ പൊന്തിച്ചു നീട്ടി. ആ സ്വഹാബി 2 ദിർഹമിന് വാങ്ങാം എന്ന് പറഞ്ഞു. നബി പറഞ്ഞു. അങ്ങനെ ആ സ്വഹാബി സന്തോഷത്തോടെ ആ പുതപ്പും ആ വെള്ളിപ്പാത്രവും കയ്യിൽ വാങ്ങി 2 ദിർഹം യാചകന്റെ കയ്യിൽ കൊടുത്തു. നബി പറഞ്ഞു, 1 ദിർഹം വീട്ടിൽ കൊടുക്കുക, മറ്റു ദിർഹം കൊണ്ട് മയു വാങ്ങി കാട്ടിൽ വിറകു വെട്ടി ജീവിക്കുക. 2 ആഴ്ച കഴിഞ്ഞ് ആ യാചകൻ മുത്തുനബിയുടെ അടുത്തേക്ക് വന്നു. നബി പറഞ്ഞു, അന്ന് ആ യാചകന്റെ കയ്യിൽ 10 ദിർഹം ഉണ്ടായിരുന്നു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നീ ഈ ദിർഹം കൊണ്ട് ഒരു പുതപ്പും ഒരു വെള്ളിപ്പാത്രവും വാങ്ങുക, ബാക്കി ദിർഹങ്ങളൊക്കെ വീട്ടാവശ്യത്തിന് എടുക്കുക. ഈ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. യാ ശബാബി താർ, യാ ശബാബി താർ, യാ ശബാബി താർ, യാ ശബാബി താർ. ماذا تجني إلى عيش يسلو أدا
أين تمشي سها لا لا حسن بها ماذا تجني إلى عيش يسل أذى أين تمشي سها لا لا حسن بها ويلا ويلا أيام يا شبابي تعال يا شبابي تعال يا شبابي تعال يا شبابي تعال يا صاحي سهوك في وطنك يا صاحي سهوك في وطنك يا صاحي جزج نفسك لي وطنك يا صاحي جزج نفسك لي وطنك سلل بك في أفكارك عيب لك في أعمالك سلل بك في أفكارك عيب لك في أعمالك ليس الهيوط قد أبنتها ليس الهيوط قد أبنتها يا فتيا ناس السماء يا شبابي تعال يا شبابي تعال يا شبابي تعال يا شبابي تعال إن رسول قد علمنا إن رسول قد علمنا تهببا قد أرشدنا تهببا قد أرشدنا ليس الدهر بين ديا ليس الدهر بين ديا أحيا هذا الزمان يا شبابي تعال يا شبابي تعال يا شبابي تعال يا شبابي تعال يا صاحي سهوك في وطنك يا صاحي سهوك في وطنك يا صاحي جزج نفسك لي وطنك يا صاحي جزج نفسك لي وطنك إرهابها قد أرض الأولى إفسادك قد أعيا الملا إرهابها قد أرض الأولى إفسادك قد أعيا الملا دع منهما خيرا لنا دع منهما خيرا لنا يا فتيا ناس السمان يا شبابي تعال يا شبابي تعال يا شبابي تعال يا شبابي تعال ماذا تجني إلى عيش يسل أذى أين تمشي سها لا لا حسن بها ماذا تجني إلى عيش يسل أذى أين تمشي سها لا لا حسن بها ويلا ويلا آية ويلا ويلا آية ويلا ويلا آية يا شبابي تعال يا شبابي تعال يا شبابي تعال يا شبابي تعال السلام عليكم അമ്പിളിച്ചേരുള്ള അമ്പർ മണമുള്ള ഇമ്പത്തരുണിയ പൂമുത്ത് ഹജറ ദൂതരി ബിറഹി ആദരപ്പൂവിൻ്റെ അയകേറും തങ്കപ്പൂ ദൂനാരി ഹജറ സമ്പൂർണ്ണ ദിനിൽ തിളങ്ങുമി ഹജറ വ്യാദങ്ങൾ
ഇഷ്ടധനം എൻ്റെ ഹബീബ് അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫർളാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. ഷഹാദത്തൊന്നാണ്. നിസ്കാരം മതി 2. നിസ്കാരം മതി 2. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുന്ദര ദിനത്തിൽ ആ പ്രവാചകന്റെ തുല്യതയില്ലാത്ത സ്നേഹം എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കാൻ വിധി നൽകിയ സർവശക്തനെ ഞാൻ ആദ്യം സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. സ്നേഹം ചോർന്നു പോകുന്ന ഈ കാലത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. ഭൂമിയിലുള്ളവരോട് മുഴുവൻ നിങ്ങൾ കരുണ പുലർത്തണം എന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. എങ്കിൽ മാത്രമേ ആകാശത്തിന്റെ അകിപ്പൻ നമ്മൾ സ്നേഹവും കരുണയും പുലർത്തുകയുള്ളൂ. പെൺകുട്ടികളോട് നീതി പുലർത്താനും മുതിർന്നവരെ ആദരിച്ച സ്വർഗം നേടാനും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ആ പ്രവാചകനെ തുല്യതയില്ലാത്ത സ്നേഹം എന്ന വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പകർത്തുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞു ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. സ്നേഹമുള്ള ഉസ്താദുമാരെ, നാട്ടുകാരെ, കൂട്ടുകാരെ, വീട്ടുകാരെ, അസ്സലാമു അലൈക്കും. മുത്തുനബിയുടെ ജന്മം കാണാൻ അനുഗ്രഹീതമായ സുന്ദര സുദിനത്തിൽ എല്ലാവരും വന്ന് പ്രസംഗിക്കുന്നത് കാണാൻ എനിക്കും 2 വാക്ക് പറയാൻ പോതി. അതിനാണ് ഇവിടെ വന്നത്. കൂട്ടുകാരെ ശ്രദ്ധിച്ച് കേൾക്കണം. മുത്തുനബി യതീമും മാറ്റാണ് വളർന്നത്. ജനിക്കുന്നതിന് മുമ്പ് പിതാവ് മരണപ്പെട്ടു. 6 വയസ്സായപ്പോൾ മാതാവ് പെട്ടു. എന്താ ചെയ്യാതെ? പിന്നെ വളർത്തി വലുതാക്കിയതൊക്കെ കുടുംബക്കാരാണ്. നമ്മുടെ നബിക്ക് പൂതി തീരുവോളം മാതാപിതാക്കൾ ഒന്ന് സ്നേഹിക്കാനോ ഒന്ന് സന്തോഷിക്കാനോ കഴിഞ്ഞിരുന്നില്ല. ഇത്രയും ഭാര്യ രാജത്തെ അസ്സലാമു അലൈക്കും. കാര്യം 5 അവകൾ അറിയൽ ഫർളല്ലേ. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ പാട്ട്. വേറെ എനിക്കറിയുന്ന ഒരു പാട്ട് ഇസ്ലാം കാര്യം 5 കാര്യം 5 അവകൾ അറിയൽ 5 അറിയൽ ഫർളല്ലേ. ഇസ്ലാം കാര്യം 5 5 അറിയൽ ഫർളല്ലേ. കരിമ ഷഹാദത്തൊന്നല്ലേ. 2 5 സലാത്തല്ലേ. 3 പുണ്യ സകാത്തല്ലേ. 4 റമളാൻ നോമ്പല്ലേ. 5-മത്തേത് ഹജ്ജല്ലേ. 5 തീരെ മറക്കരുത്. അദബുൻ കണ്ടു ആ കണ്ടു. ഇബറുൻ കണ്ടു ഈ കണ്ടു. ഉമ്മുൻ കണ്ടു ഊ കണ്ടു. ദാ കണ്ടു
ബൈത്തുൻ കണ്ടു മാ കണ്ടു മഹദുൻ കണ്ടു മാ കണ്ടു. അസ്സലാമു അലൈക്കും. അമ്പർ മിസ്കിന്റെ മണം, അമ്പിളി പോലുള്ള മണം, അമ്പവന്റെ ഇഷ്ടധനം, എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ്. അമ്പർ മിസ്കിന്റെ മണം, അമ്പിളി പോലുള്ള മണം, അമ്പവന്റെ ഇഷ്ടധനം, എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ്. തിങ്കളിൽ ഉദിച്ചവരെ തിങ്കളായി പിറന്നവരെ, തിങ്കളിൽ ഉദിച്ചവരെ തിങ്കളായി പിറന്നവരെ, തങ്കശോഭദീനിസ്ലാം തന്ന ഹബീബ് തന്ന ഹബീബ്. അമ്പർ മിസ്കിന്റെ മണം, അമ്പിളി പോലുള്ള മണം, അമ്പവന്റെ ഇഷ്ടധനം, എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ്. തെന്നലായി തലോടിയതും എന്നിൽ ഇഷ്ടമേകിയതും, തെന്നലായി തലോടിയതും എന്നിൽ ഇഷ്ടമേകിയതും, വെണ്ണിലാ പദം വരച്ച എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ്. അമ്പർ മിസ്കിന്റെ മണം, അമ്പിളി പോലുള്ള മണം, അമ്പവന്റെ ഇഷ്ടധനം, എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ്. വർണ്ണരേഖ പാകിയതും സ്വർഗമിലായി ചേർത്തിയതും, വർണ്ണരേഖ പാകിയതും സ്വർഗമിലായി ചേർത്തിയതും, സ്വർണമാൽ കുറിച്ച നാമം എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ്. അമ്പർ മിസ്കിന്റെ മണം, അമ്പിളി പോലുള്ള മണം, അമ്പവന്റെ ഇഷ്ടധനം, എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ്. രണ്ട് ലോക രക്ഷകരെ ചെണ്ടുപോൽ സുഗന്ധിതരെ, രണ്ട് ലോക രക്ഷകരെ ചെണ്ടുപോൽ സുഗന്ധിതരെ, ഉണ്ട് ഞാൻ സലാത്ത് സലാം എൻ്റെ ഹബീബിൽ എൻ്റെ ഹബീബിൽ. അമ്പർ മിസ്കിന്റെ മണം, അമ്പിളി പോലുള്ള മണം, അമ്പവന്റെ ഇഷ്ടധനം, എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ്. അസ്സലാമു അലൈക്കും. छोड़ फिक्र दुनिया की, चल मदीने चलते हैं, चल मदीनത്ത് സുഗന്ധത്തിൻ ചാരത്ത്. छोड़ फिक्र दुनिया की, चल मदीने चलते हैं, മറക്കാം ദുനിയാവ് നിറക്കാം ഹസനാത്ത്. മുസ്തഫ മുസ്തഫ गुलामों की किस्मत बदलते हैं, छोड़ फिक्र दुनिया की, चल मदीने चलते हैं, चल മദീനത്ത് സുഗന്ധത്തിൻ ചാരത്ത്. ത്വാഹാവിൻ വിളികാത്ത് തിരുമധുകൾ ഞാൻ കോർത്ത്, ആ വാതിലിനോരത്ത് ഞാൻ നിന്നൊരു നേരത്ത്, ആ വാതിലിനോരത്ത് ഞാൻ നിന്നൊരു നേരത്ത്, അറിയാതെ അറിഞ്ഞു ഞാൻ മുത്ത് റസൂലൻ കൽവിൽ ജന്നത്ത്, നബി തങ്ങളുടെ ഹുജറത്ത്. छोड़ फिक्र दुनिया की, चल मदीने चलते हैं, चल മദീനത്ത് സുഗന്ധത്തിൻ ചാരത്ത്. छोड़ फिक्र दुनिया की, चल मदीने चलते हैं, മറക്കാം ദുനിയാവ് നിറക്കാം ഹസനാത്ത്.
അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, നബിയുടെ കാലത്ത് നടന്ന ഒരു കൊച്ചു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. നബിയുടെ കഠിന ശത്രുവായ അബൂജഹലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? നബിയെ ചതിയിൽ കൊല്ലാൻ വേണ്ടി തക്കം നോക്കി നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയുടെ മുറ്റത്ത് നിന്നും നിസ്കരിക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നബി സുജൂദിലേക്ക് പോകുമ്പോൾ നബിയുടെ തല ചതച്ച് കളയാൻ വേണ്ടി ഒരു വലിയ പാറക്കല്ലുമായി അവൻ നബിയുടെ അടുത്തേക്ക് നീങ്ങി. എന്നാൽ എറിയാൻ നോക്കുമ്പോൾ പാറക്കല്ല് കയ്യിൽ ഒട്ടിപ്പിടിച്ചുപോയി. എത്ര ശ്രമിച്ചിട്ടും വീണില്ല. അസ്സലാമു അലൈക്കും. അമ്പിയരെല്ലാവർക്കും മുമ്പറബീബുള്ള അമ്പവെന്തിമ്പപ്പൂ ചെമ്പകനൂറുള്ള തങ്കബശറല്ലേ തിങ്കൾ നബിയല്ലേ ചൊങ്കരിൽ ചൊങ്കര എൻ്റെ റസൂലുള്ള അമ്പിയരെല്ലാവർക്കും മുമ്പറബീബുള്ള അമ്പവെന്തിമ്പപ്പൂ ചെമ്പകനൂറുള്ള തങ്കബശറല്ലേ തിങ്കൾ നബിയല്ലേ ചൊങ്കരിൽ ചൊങ്കര എൻ്റെ റസൂലുള്ള താളത്തിണക്കം തോൽക്കുന്ന മഞ്ചാണ് താമരപ്പൂ പോലെ ആമുഖം ചേരാണ് റൂഹിൻ്റെ റൂഹല്ലേ റഹ്മത്ത് ഹോജാവേ റൂഹിൻ്റെ റൂഹല്ലേ റഹ്മത്ത് ഹോജാവേ സ്വർഗപതി സരണി തന്ന രാജരേ സ്വർഗപതി സരണി തന്ന രാജരേ അമ്പിയരെല്ലാവർക്കും മുമ്പർ ഹബീബുള്ള അമ്പവെന്തിമ്പപ്പൂ ചെമ്പകനൂറുള്ള തങ്കബശറല്ലേ തിങ്കൾ നബിയല്ലേ ചൊങ്കരിൽ ചൊങ്കര എൻ്റെ റസൂലുള്ള ആദിയിലാഹു തീർത്ത പ്രകാശമേ ആലത്തിനല്ലാമേ താരണനാമമേ മുഹബത്തിൻ ബഹറല്ലേ മുഹബൂബേ മുഹബത്തിൻ ബഹറല്ലേ മുഹബൂബേ സ്വർഗപതി സരണി തന്ന രാജരേ സ്വർഗപതി സരണി തന്ന രാജരേ അമ്പിയരെല്ലാവർക്കും മുമ്പർ ഹബീബുള്ള അമ്പവെന്തിമ്പപ്പൂ ചെമ്പകനൂറുള്ള തങ്കബശറല്ലേ തിങ്കൾ നബിയല്ലേ ചൊങ്കരിൽ ചൊങ്കര എൻ്റെ റസൂലുള്ള അമ്പിയരെല്ലാവർക്കും മുമ്പർ ഹബീബുള്ള അമ്പവെന്തിമ്പപ്പൂ ചെമ്പകനൂറുള്ള തങ്കബശറല്ലേ തിങ്കൾ നബിയല്ലേ ചൊങ്കരിൽ ചൊങ്കര എൻ്റെ റസൂലുള്ള. അസ്സലാമു അലൈക്കും. ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, പ്രവാചക പ്രകീർത്തനങ്ങളാൽ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ സ്ത്രീ വിമോചന ഇസ്ലാമിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നാഥൻ അനുഗ്രഹിക്കട്ടെ. ഇസ്ലാമാണ് സ്ത്രീകൾക്ക് വ്യക്തമായ സ്വാതന്ത്ര്യം നൽകിയത്. നമുക്കറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടം സ്ത്രീകൾക്ക് സ്ഥാനവും മാലവും വിലയും നൽകാത്ത കാലഘട്ടം. സ്ത്രീ കേവലം ഒരു ഉപഭോഗ